യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയുടെ മേഘാരൂഢനായി വരും. എന്നെ സഹായിപ്പാൻ തൻ്റെ മഹിമയുടെ മേഘാരൂഢനായി വരും. അവൻ ആൽഫാ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. യേശു ആൽഫാ ഒമേഗ, യേശു ആദ്യൻ അന്ത്യൻ. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. രാജാധിരാജാവും കർത്താധികർത്താവും ദേവാധിദേവനും അവൻ മാത്രമേ. രാജാധിരാജാവും കർത്താധികർത്താവും ദേവാധിദേവനും അവൻ മാത്രമേ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. കാലങ്ങൾ മാറിപ്പോയാലും അവനെന്നും മാറാത്തവൻ. യേശു ആൽഫാ ഒമേഗ, യേശു ആദ്യൻ അന്ത്യൻ. യേശു ആൽഫാ ഒമേഗ, യേശു ആദ്യൻ അന്ത്യൻ. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. യശൂരൂന്റെ ദൈവത്തെ പോൽ വേറൊരു ദൈവമില്ല. ഹല്ലേലൂയ. യശൂരൂന്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവമില്ല. ആവർത്തന പുസ്തകം 33 അധ്യായം അതിൻ്റെ 26 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യശൂരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. യശൂരൂന്റെ ദൈവത്തെ പോലെ വേറെ ആരുമില്ല. യെശയ്യാവിൻ്റെ പുസ്തകം 44 അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇപ്പോഴോ എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്ക. നിന്നെ ഉരുവാക്കിയവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എൻ്റെ ദാസനായ യാക്കോബേ, ഞാൻ തിരഞ്ഞെടുത്ത യശൂരൂനെ നീ ഭയപ്പെടേണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. യശൂരൂൻ്റെ ദൈവത്തെ പോലെ വേറെ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. യശൂരൂൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. യശൂരൂൻ എന്ന് വിളിക്കുന്നത് യാക്കോബിനെയാണ്. യാക്കോബിൻ്റെ ദൈവത്തെ പോലെ വേറെ ഒരു ദൈവവുമില്ല. യാക്കോബ് ആരായിരുന്നു എന്ന് നമുക്കറിയാം. അബ്രഹാമിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിൻ്റെ 2 മക്കളിൽ ഇളയ മകനായ യാക്കോബ്. ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു, ഇരട്ടകളായ 2 മക്കൾ, ഏശാവും യാക്കോബും. അതിൽ രണ്ടാമതായി പുറത്തു വന്ന ഇളയ മകനായിരുന്നു യാക്കോബ്. യാക്കോബിനെക്കുറിച്ച് നാം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. യാക്കോബ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഉബായി എന്നാണ്. ഉബായിയായ യാക്കോബ് എന്നാണെന്നെല്ലാം നമുക്കറിയാം. തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി അപ്പൻ്റെ അടുക്കൽ ചെന്ന് ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞ് ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനെന്ന് യാക്കോബിനെ കുറിച്ച് പറയാറുണ്ട്. അമ്മയുടെ സഹോദരനായ ലാബാൻ്റെ അടുക്കൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഭാര്യയെ ലഭിക്കുന്നതിന് വേണ്ടി ലാബാൻ്റെ ഇളയ മകളായ റാഹേലിന് വേണ്ടി ദീർഘനാളുകൾ, ഒരു ഏകദേശം 14 വർഷത്തോളം ലാബാൻ്റെ ആടുമാടുകളെ മേയ്ക്കുകയും അങ്ങനെയെല്ലാം ലാബാൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്ന് ഭാര്യയെ സമ്പാദിച്ച യാക്കോബ്. എന്നാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിൽ കൂടിയും പ്രതിസന്ധികളിൽ കൂടിയും എല്ലാം കടന്നുപോയ ഒരുവനായിരുന്നു യാക്കോബ്. എന്നാൽ ഒരിക്കൽ യാക്കോബ് ലാബാൻ്റെ അടുക്കൽ നിന്ന് തൻ്റെ ഭാര്യമാരും ആടുമാടുകളും തൻ്റെ എല്ലാ തൻ്റെ പുത്രന്മാരും പുത്രിമാരും തൻ്റെ എല്ലാ സമ്പത്തുകളുമായി മടങ്ങി തൻ്റെ സ്വദേശത്തേക്ക് കടന്നു പോരുമ്പോൾ യാബോക്ക് എന്ന കടവിൽ വെച്ച്, യാബോക്ക് നദിയുടെ ആ കടവിൻ തീരത്ത് വെച്ച് സാക്ഷാൽ ദൈവവുമായി മല്ലുപിടിക്കുകയും അവിടെ വെച്ച് ദൈവത്തിൻ്റെ ദൂതൻ യാക്കോബിൻ്റെ തുടയുടെ തടം തൊട്ട് യാക്കോബിൻ്റെ തുട ഉളുക്കി പോവുകയും അവിടെ വെച്ച് യാക്കോബ് ദൈവവുമായി മല്ലുപിടിച്ച് ഇസ്രായേൽ എന്ന പേര് സമ്പാദിക്കുകയും ചെയ്തു.
ഒരിക്കൽ യാക്കോബ് ഉബായിയായിരുന്നു, എന്നാൽ പിന്നീട് യാക്കോബ് ദൈവത്തിൻ്റെ പ്രഭുകുമാരനായ ഇസ്രായേലായി മാറി. ഇവിടെ നാം വചനത്തിൽ വായിക്കുന്നത്, ആവർത്തന പുസ്തകം പറയുന്നത്, യെശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. അത് യാക്കോബ് ഇസ്രായേലായി മാറിയപ്പോൾ ദൈവം തിരഞ്ഞെടുത്ത ജനമായിരുന്നു ഇസ്രായേൽ. യാക്കോബും തൻ്റെ മക്കൾ കനാൻ നാട്ടിൽ, കനാൻ ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ യാക്കോബ് തൻ്റെ മക്കളും ഒരുമിച്ച് 70 പേരായി ഈ മിസ്രയീമിലേക്ക്, ആ ഫറവോൻ്റെ രാജ്യത്തിലേക്ക് കടന്നുപോയി. അന്ന് ഈജിപ്റ്റ് വാണിരുന്നത് യാക്കോബിൻ്റെ മകനായ, തൻ്റെ ഇഷ്ടഭാര്യയായ റാഹേലിൻ്റെ മൂത്ത പുത്രനായ യോസേഫായിരുന്നു. ആ യോസേഫിൻ്റെ അരികിലേക്ക് യാക്കോബും തൻ്റെ മക്കളെല്ലാവരും കൂടി കടന്നുപോയി. അവിടെ 430 വർഷങ്ങൾ അവിടെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബ് വലിയൊരു സമൂഹമായി തീർന്നു. ഇസ്രായേൽ ജനം, ആ ഇസ്രായേൽ ജനം ദൈവം തിരഞ്ഞെടുത്ത ജനമായിരുന്നു. ഇസ്രായേലിനെ പല കഷ്ടങ്ങളിൽ കൂടിയും പല പ്രതികൂലങ്ങളിൽ കൂടിയും ദൈവജനത്തെ സ്വർഗത്തിലെ ദൈവം മനോഹരമായി നടത്തി. നമുക്കറിയാം, മോശ മിസ്രയീമിൽ നിന്നും ഇസ്രായേൽ ജനത്തെ ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ചു കൊണ്ടുപോകുമ്പോൾ ചെങ്കടലിനെ വിഭാഗിച്ച് ചെങ്കൽ പാതയൊരുക്കിയാണ് ദൈവജനത്തെ ദൈവം നടത്തിയത്. യാക്കോബിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. തൻ്റെ ജനത്തോട് വാക്ക് പറഞ്ഞ ദൈവം, ഒരിക്കൽ യാക്കോബിനോട് വാക്ക് പറഞ്ഞ ദൈവം, യാക്കോബിൻ്റെ ഗ്രാൻഡ് ഫാദറായിരുന്ന അബ്രഹാമിനോട് വാക്ക് പറഞ്ഞ ദൈവം, ഞാൻ നിൻ്റെ തലമുറയെ വലിയൊരു ജാതിയാക്കുമെന്നും അത് എണ്ണി തീർക്കാൻ കഴിയാനാകാത്ത വിധം കടലിലെ മണൽത്തരി പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും വലുതാക്കുമെന്ന് തൻ്റെ ദാസനോട് വാഗ്ദത്തം ചെയ്ത വിശ്വസ്തനായ ദൈവം, വാക്കു പറഞ്ഞ വിശ്വസ്തനായ സ്വർഗത്തിലെ ദൈവം വാക്കു മാറിയില്ല. പല പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നപ്പോൾ, മിസ്രയീമിൻ്റെ അടിമത്തത്തിലിരുന്നപ്പോഴും ദൈവത്തിൻ്റെ കരം ഇസ്രായേൽ ജനത്തോടു കൂടിയിരുന്നു. നമുക്കറിയാം, ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ആ മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയിലെല്ലാം ദൈവജനത്തെ മനോഹരമായി സ്വർഗത്തിലെ അപ്പൻ നടത്തി. എന്നും ജീവനുള്ള ദൈവം ഇസ്രായേൽ ജനത്തിന് ഒരു താങ്ങും തണലുമായി കൂടെയിരുന്നു. വാക്ക് പറഞ്ഞ ദൈവം, അബ്രാഹാമിനോട് വാക്ക് പറഞ്ഞ ദൈവം, ആ ദൈവം ഒരിക്കലും വാക്കു മാറിയില്ല. യാക്കോബിനോട് വാക്ക് പറഞ്ഞ ദൈവം വാക്കു മാറിയില്ല. ഇസ്ഹാക്കിനോട് വാക്ക് പറഞ്ഞ ദൈവം വാക്കു മാറിയില്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ, സർവശക്തനായ ദൈവം, സർവശക്തനായ യഹോവ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ അധിവസിക്കുന്ന യഹോവ. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം, യാക്കോബിൻ്റെ പേരിലാണ് പിന്നീട് ഇസ്രായേൽ ജനം അറിയപ്പെട്ടത്. അബ്രഹാമിനാണ് വാഗ്ദത്തം ലഭിച്ചത്, പക്ഷേ ഇസ്രായേൽ ജനത്തെ അറിയപ്പെട്ടത് യാക്കോബിൻ്റെ പേര്, യാക്കോബിൻ്റെ ദൈവം കൊടുത്ത പേരായ ഇസ്രായേൽ എന്ന പേരിലാണ് പിന്നീട് ഇസ്രായേൽ ജനത്തെ അറിയപ്പെട്ടത്. അതെ, ആ യാക്കോബിനോട് വാക്ക് പറഞ്ഞ ദൈവം, യാക്കോബിൻ്റെ പേര് മാറ്റിയ ദൈവം, ആ ദൈവം എന്നും വിശ്വസ്തനായ ദൈവമായിരുന്നു. തൻ്റെ ജനം പലപ്പോഴും ദൈവത്തെ പിന്തള്ളി വിഗ്രഹാരാധനയിലേക്കും പല കാര്യങ്ങളിലേക്കുമെല്ലാം പിന്തിരിഞ്ഞു പോയപ്പോഴും ജീവനുള്ള ദൈവം തൻ്റെ വാക്കു മാറിയില്ല. നിൻ്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരു പുരുഷനില്ലാതെ പോകയില്ല എന്ന് ദാവീദിനോട് വാക്ക് പറഞ്ഞതുപോലെ യാക്കോബിനോട് വാക്ക് പറഞ്ഞ ദൈവം ഒരിക്കലും വാക്ക് മാറിയില്ല. ആ ദൈവത്തെ പോലെ വേറൊരു ദൈവവുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നു, യെശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. നിന്റെ സഹായത്തിനായി അവൻ മഹിമയോടെ മേഘാരൂഢനായി ആകാശത്തൂടെ വരുന്ന ദൈവം, നമ്മെ സഹായിക്കുന്ന ദൈവം. അത് ഈ യാക്കോബിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, യെശൂരുവിൻ്റെ ദൈവം നമ്മുടെ ദൈവമാണ്. പഴയ നിയമ ഇസ്രായേലല്ല, ഇന്ന് പുതിയ നിയമ ഇസ്രായേലാകുന്ന നമുക്ക് വിശ്വസ്തനായ ഒരു കർത്താവുണ്ട്. നമ്മെ പേര് ചൊല്ലി വിളിച്ച ഒരു യേശു കർത്താവുണ്ട്. നമ്മുടെ പേരും ക്രിസ്തു യേശുവിൻ്റെ രക്തത്തിലൂടെ നമുക്ക് വേണ്ടി നമ്മുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത ഒരു ദൈവമുണ്ട്. അതെ, നമുക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. നമുക്ക് മുന്നമേ പോകുന്ന യൂദായുടെ സിംഹമുണ്ട്, ആർക്കും വഴി മാറിയിടാത്ത യൂദായുടെ സിംഹം. ആ കർത്താവിനോടാണ് നാം വാക്ക് പറഞ്ഞത്. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നാം ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ മുൻപോട്ടുള്ള പാതയിൽ നമ്മുടെ പ്രതികൂലങ്ങളെയെല്ലാം ചവിട്ടി മെതിച്ച് മുന്നേറുവാൻ നമ്മോട് കൂടെയിരിക്കുന്ന യെശൂരുവിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, മഹിമയുള്ള ദൈവം,
അത്ഭുത മന്ത്രിയായ ദൈവം, വീരനാം ദൈവം, സമാധാന പ്രഭുവായ ദൈവം, നിത്യപിതാവായ ദൈവം. ഈ കർത്താവ് നമ്മോട് കൂടെയുള്ളപ്പോൾ നാം നമ്മുടെ പ്രതിസന്ധികൾ പതറിപ്പോകേണ്ടതില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് വിശ്വസിച്ചുറയ്ക്കാം. യെശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. ഹല്ലേലൂയ. യാക്കോബ് പല സ്ഥലത്തും പതറിപ്പോയവനാണ്, എന്നാൽ പ്രതികൂലങ്ങളിൽപ്പെട്ട് ഞെരുങ്ങിപ്പോയവനാണ്. ഒരുപാട് പ്രയാസങ്ങളിൽ കൂടി തൻ്റെ ഓമന പുത്രനായിരുന്ന യോസേഫിനെ നഷ്ടപ്പെട്ടത് മൂലം വർഷങ്ങൾ ദുഃഖത്തിൽ ജീവിച്ചു പോയൊരു വ്യക്തിയാണ്. എന്നാൽ യാക്കോബിനെ ഉയർത്തിയ ഒരു ദൈവം, ഇസ്രായേൽ എന്ന് പേര് മാറ്റിക്കൊടുത്ത് അത് ദൈവത്തിൻ്റെ പ്രഭുകുമാരനാക്കി തീർത്ത ദൈവം, ഈ ദൈവം നമ്മുടെ കർത്താവാകയാൽ, നമ്മുടെ ദൈവമാകയാൽ ഈ ജീവിതയാത്രയിൽ പതറിപ്പോകേണ്ടതില്ല. യെശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. എൻ്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ തൻ്റെ മഹിമയോടെ മേഘാരൂഢനായി വരുന്നു. എന്നെ ചേർക്കുവാൻ വീണ്ടും വരുന്ന എൻ്റെ കർത്താവ്, എന്നെ ചേർക്കുവാൻ മേഘാരൂഢനായി എഴുന്നള്ളി വരുന്ന എൻ്റെ ദൈവം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു ഒരിക്കലായി ഈ ഭൂമിയിലേക്ക് വന്നു. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി, നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരമായി കാൽവറി ക്രൂശിൽ തൻ്റെ ജീവനെ ബലിയർപ്പിച്ചു. എന്നാൽ അവൻ ആകാശത്തൂടെ മേഘാരൂഢനായി കടന്നു വരും. യാക്കോബിൻ്റെ ദൈവം, ഇസ്രായേലിൻ്റെ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ ദൈവം, നമ്മെ വിളിച്ച ദൈവം, നമ്മെ പേര് ചൊല്ലി വിളിച്ച ദൈവം, നമ്മുടെ പാപക്കടങ്ങൾ മോചിച്ചു തന്ന് നമ്മുടെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത നിത്യനായ വിശ്വസ്തനായ കർത്താവ് നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാം. ഈ കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതം സമർപ്പിക്കാം. വിശ്വസ്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവിൽ നമുക്ക് ചാരാം, വിശ്വസിച്ചുറയ്ക്കാം. എൻ്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല, യെശൂരുവിൻ്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല. എനിക്ക് വേണ്ടി മേഘാരൂഢനായി എഴുന്നള്ളി വരുന്ന ആ നല്ല കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, വിശ്വസ്തതയുള്ളവരായിരിക്കാം, വിശുദ്ധിയോടെ ഒരുങ്ങിയിരിക്കാം. കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.